ആരോഗ്യം അമൂല്യം. വയോജനാരോഗ്യം ഹോമിയോപ്പതിയിലൂടെ നെല്ലിപ്പോയിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത KS സംസാരിക്കുന്നു. 2024 അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ പ്രമേയം അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്നതാണ്. ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ഒക്ടോബർ 1 വയോജന ദിനമായി പ്രഖ്യാപിച്ചത്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം യുവതലമുറയേക്കാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2050 ആകുമ്പോഴേക്കും പ്രായമുള്ള ആളുകളുടെ ആഗോള ജനസംഖ്യ 1.6 ബില്യണായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ ആയുർദൈർഘ്യം കൂടുതലാണ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രായമായവർ ഉള്ളത് കേരളം, തമിഴ്നാട്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ്. നമ്മൾ ഓരോരുത്തരും, അതായത് ഇന്നത്തെ യുവതലമുറ, നിർബന്ധമായും കടന്നു പോകേണ്ട അവസ്ഥയാണ് വാർദ്ധക്യം. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അന്തസ്സോടെയുള്ള വാർദ്ധക്യം ജീവിക്കണമെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പ് 40 വയസ്സ് മുതലേ തുടങ്ങണം. ആരോഗ്യപൂർണമായ വാർദ്ധക്യം ഏതൊരാളുടെയും അവകാശമാണ്. അസുഖങ്ങളോടുകൂടി തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് ഹെൽത്തി ഏജിങ്. അവനവൻ്റെ വാർദ്ധക്യം ആരോടൊപ്പം, എങ്ങനെ, എവിടെ വെച്ച് ചെലവഴിക്കണമെന്നതും ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ്. പൊതുവെ അവനവന് ശാരീരിക മാനസിക ഉല്ലാസം തരുന്ന ചുറ്റുപാടുകളിൽ മക്കളോടോ പങ്കാളിയോടോ ഒന്നിച്ച് സുഹൃത്തുക്കളോട് ഇടപഴകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് നല്ലത്. ഇന്ന് നമ്മുടെ നാട്ടിലെ പല വീടുകളിലും പ്രായമായവർ തനിച്ചാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ടവർ അവരുടെ പ്രായത്തിലുള്ള ആളുകളുടെ കൂടെ താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അതിനായി ഗവൺമെൻറ് വയോജന മന്ദിരങ്ങളും പ്രൈവറ്റ് റിട്ടയേർഡ് ഹോംസും നിലവിലുണ്ട്. പഞ്ചായത്തുകളുടെ കീഴിൽ ഉദ്യോഗസ്ഥരായ ആളുകളുടെ ഉറ്റവർക്ക് പകൽ സമയം ഒത്തുകൂടാൻ പകൽ വീട് പോലുള്ള മന്ദിരങ്ങളുമുണ്ട്. തങ്ങൾക്ക് പ്രായമായത് അംഗീകരിക്കുക എന്നതും വയോജന ആരോഗ്യത്തിന് പ്രധാനപ്പെട്ടതാണ്. പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ തനിക്ക് പറ്റില്ല എന്ന തിരിച്ചറിവ് ഒരാളെ മാനസികമായി ദുർബലപ്പെടുത്തും. എന്നാൽ തന്നെപ്പോലുള്ള ഒരുപാട് പേരുമായുള്ള സഹവാസം അവരെ മാനസികമായി ശക്തരാക്കും. 50 വയസ്സ് മുതൽ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ മുടങ്ങാതെ നടത്തുകയും അതുവഴി രോഗനിർണയം എത്രയും നേരത്തെ നടത്തുകയും ചെയ്യണം. പിന്നീട് ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, മരുന്നുകൾ എന്നിവയിലൂടെ അവയെ നിയന്ത്രിക്കുകയും വേണം. മറവി രോഗങ്ങൾ, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, എല്ല് തേയ്മാനവുമായി ബന്ധപ്പെട്ട അസ്ഥിരോഗങ്ങൾ, ജീവിതശൈലീ രോഗങ്ങളിൽ തന്നെ ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം എന്നിവ, വിശപ്പില്ലായ്മ, മലബന്ധം, വിഷാദരോഗങ്ങൾ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ വാർദ്ധക്യകാലത്തിൻ്റെ കൂടപ്പിറപ്പാണ്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരിയായ സമയത്ത് പരിശോധനകൾ നടത്തി ശരീരത്തിൽ കുറവുള്ള വൈറ്റമിൻസ്, മിനറൽസ് എന്നിവ ഭക്ഷണത്തിൻ്റെയോ മരുന്നിൻ്റെയോ രൂപത്തിൽ നൽകി അവയെ നിയന്ത്രിക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം പോലെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. വാർദ്ധക്യകാലത്ത് കഴിക്കുന്ന ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകമൂല്യമുള്ളതുമായിരിക്കണം. ഇതിനായി ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ പാർശ്വഫലങ്ങളില്ലാത്ത സുരക്ഷിതമായ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാം. ഇന്ന് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്, സ്വകാര്യ അംഗീകൃത ആശുപത്രികൾ, ക്ലിനിക്കുകൾ എന്നിവയിലൂടെ ഹോമിയോ ചികിത്സ പൊതുജനങ്ങൾക്കായി ലഭ്യമാണ്. വീടുകളിൽ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് നന്നായി അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും കഴിയുന്ന ഒരു ഹോമിയോ ഡോക്ടറുടെ ചികിത്സ ജീവിക്കാനുള്ള ആരോഗ്യവും പ്രത്യാശയും നൽകുമെന്നത് തീർച്ചയാണ്. വയോജന ആരോഗ്യത്തിൽ ഹോമിയോ ഡോക്ടർക്കും ഹോമിയോ ചികിത്സയ്ക്കും ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും. വയോജനാരോഗ്യം ഹോമിയോപ്പതിയിലൂടെ സംസാരിച്ചത് ഡോക്ടർ സ്മിത KS.